നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മിനി ഷിൻഡോ. പ്രധാന വാർത്തകൾ. ഉല്ലാസയാത്രകളുമായി CLCയും ഗായക സംഘവും. വേലൂർ ഫൊറോന തല സൂര്യകീർത്തന കൺവെൻഷൻ വളരെ തനിമയുള്ളതായി. വാർത്തകൾ വിശദമായി. ഉല്ലാസയാത്രകളുമായി CLCയും ഗായക സംഘവും. മെയ് 23-ന് CLC അംഗങ്ങളും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ആനിമേറ്റർ സിസ്റ്റേഴ്സും കൂടി ഇടുക്കിയിലേക്ക് നടത്തിയ ഉല്ലാസയാത്ര ഏറെ ഉന്മേഷഭരിതമായിരുന്നു. മെയ് 25-ന് ഗായക സംഘാംഗങ്ങൾ കൊടൈക്കനാൽ പൂണ്ടി ഉല്ലാസയാത്ര നടത്തി. കൊടൈക്കനാലിന്റെ സൗന്ദര്യവും പൂണ്ടി ഗ്രാമത്തിലെ കാഴ്ചകളും സംഘാംഗങ്ങൾക്ക് വേറിട്ടൊരു ദൃശ്യാനുഭവമായിരുന്നു. വേലൂർ ഫൊറോന തല സൂര്യകീർത്തന കൺവെൻഷൻ മുണ്ടത്തിക്കോട് ദേവാലയത്തിൽ വെച്ച് നടത്തി. വേലൂർ ഫൊറാന വിശ്വാസ പരിശീലന കൗൺസിലിന്റെയും PTA-യുടെയും ആഭിമുഖ്യത്തിൽ മെയ് 24 ഞായറാഴ്ച മുണ്ടത്തിക്കോട് ദേവാലയത്തിൽ വെച്ച് ഫൊറോനയിലെ മുഴുവൻ അധ്യാപകരുടെയും തിരഞ്ഞെടുത്ത മാതാപിതാക്കളുടെയും ഒരു ഏകദിന സെമിനാർ സൂര്യകീർത്തന കൺവെൻഷൻ എന്ന പേരിൽ നടത്തി. രാവിലെ 9 മണിക്ക് തുടങ്ങിയ കൺവെൻഷൻ മാർ സെബാസ്റ്റ്യൻ പൊഴേലിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന മതബോധന ഡയറക്ടർ റവറൻഡ് ഫാദർ ഡേവിസ് ചിറമ്മൽ എല്ലാവർക്കും സ്വാഗതം നൽകി. അതിരൂപത മതബോധന ഡയറക്ടർ റവറൻഡ് ഫാദർ സൈജോ തൈക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. പരിശുദ്ധ കുർബാന ആഴത്തിൽ മനസ്സിലാക്കാൻ സെബാസ്റ്റ്യൻ പിതാവിന്റെ ക്ലാസ് വളരെ സഹായമായി. റവറൻഡ് ഫാദർ മരിയദാസ് 800 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി രചിച്ച സൂര്യകീർത്തനം എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസ് എടുത്തു. മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ജോസഫ് തന്റെ ജീവിതത്തിൽ സൂര്യകീർത്തനം വായിച്ചതിൽ നിന്നും ഉണ്ടായ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. ഗാനങ്ങൾ ആലപിച്ചു. വേലൂർ ഫൊറോന മതബോധന ചെയർമാൻ റവറൻഡ് ഫാദർ ജെയ്സൺ തെക്കുംപുറം, മുണ്ടത്തിക്കോട് ഇടവക വികാരി റവറൻഡ് ഫാദർ ജോൺ പാവർട്ടിക്കാരൻ, അതിരൂപത മതബോധന കൗൺസിൽ സെക്രട്ടറി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. സമുദായ ശാക്തീകരണത്തെക്കുറിച്ച് ഫാദർ ഗ്ലാഡ്രിൻ പോൾ ക്ലാസ് എടുത്തു. ഈ അധ്യയന വർഷത്തിൽ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് വേലൂർ ഫൊറോന മതബോധന കൺവീനർ ഡോക്ടർ ബാബു CP ക്ലാസ് എടുത്തു. കൺവെൻഷനിൽ ഫൊറോനയിലെ 17 ഇടവകകളിൽ നിന്നായി 350ഓളം പേർ പങ്കെടുത്തു. വിവാഹത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ക്രിസ്തുരാജ യൂണിറ്റിലെ ചീരൻ ജോണി സിസിലി ദമ്പതികൾക്ക് വിവാഹ വാർഷികത്തിന്റെ ആശംസകളോടെ ഹെവൻലി ബ്ലിസ് ചാനൽ. ജൂൺ 1-ന് ജന്മദിനം ആഘോഷിക്കുന്ന തിരുക്കുടുംബം യൂണിറ്റിലെ തിമ്മണ്ണൂർ റാഫേൽ മകൻ രാകേഷ് ജോണിനെ ജന്മദിന ആശംസകളോടെ ഹെവൻലി ബ്ലിസ് ചാനൽ. അറിയിപ്പുകൾ. അടുത്ത ശനിയാഴ്ച മെയ് 30-ന് വണക്കമാസം കാലം കൂടുന്നു. വൈകിട്ട് 6 മണിക്ക് വിശുദ്ധ കുർബാന, വണക്കമാസ പ്രാർത്ഥന, നേർച്ച വിതരണം നേതൃത്വം നൽകുന്നത് മാതൃവേദി സംഘടന. അന്നേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. മെയ് 31 ഞായറാഴ്ച പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ദിനം തൃശൂർ അതിരൂപതയിൽ കുടുംബ കൂട്ടായ്മ ദിനമായി ആചരിക്കുന്നു. അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്ര സമിതി അംഗങ്ങളാണ്. കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ വെച്ച് ഈ വർഷം SSLC, +2, CBSE പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച നമ്മുടെ ഇടവകയിലെ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. തുടർന്ന് കുടുംബ കൂട്ടായ്മയുടെ മുദ്ര പതിപ്പിച്ച പതാക ഉയർത്തുന്നു, മധുരം വിതരണം ചെയ്യുന്നു. അതിനുശേഷം സെമിനാർ ഹാളിൽ കേന്ദ്ര സമിതി ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെയും പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ കുർബാനയിലേക്കും കേന്ദ്ര സമിതി ജനറൽ ബോഡി മീറ്റിംഗിലേക്കും എല്ലാ അംഗങ്ങളെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്ത ഞായറാഴ്ച 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KLM സംഘടന പുതിയ അധ്യയന വർഷത്തിന് ആശംസകൾ അറിയിച്ച് എല്ലാ വിശ്വാസ പരിശീലന വിദ്യാർത്ഥികൾക്കും നോട്ട് ബുക്കും പേനയും വിതരണം ചെയ്യുന്നു. തുടർന്ന് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. സെമിത്തേരിയിലെ സ്ഥിരം കല്ലറകൾക്കായി നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെ പൊതുക്കല്ലറകൾ ജൂൺ 1-ാം തീയതിക്ക് ശേഷം നീക്കം ചെയ്യുന്നു. നിലവിലെ പൊതുക്കല്ലറകളിലെ ഭൗതിക അവശിഷ്ടങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ മെയ് 31-ാം തീയതിക്ക് മുമ്പ് ചെയ്യേണ്ടതാണ്.
ഈ ആഴ്ചയിലെ വായനകൾക്ക് നേതൃത്വം നൽകേണ്ടത് കേന്ദ്രസമിതി. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.